വലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും അനുസരിച്ച് ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മരണാനന്തര ജീവിതം എന്ന വിഷയം ഏതാനും സമയം കൊണ്ട് നിങ്ങളുമായി സംസാരിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ പ്രമാണബദ്ധമായി പറയാൻ എനിക്കും കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തമായ ഒരു വാക്കിലൂടെ തുടങ്ങട്ടെ. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. എല്ലാ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന മരണമാകുന്ന സത്യത്തെക്കുറിച്ച് നിങ്ങൾ സദാ ഓർത്തുകൊണ്ടിരിക്കണേ, സ്മരിച്ചുകൊണ്ടിരിക്കണേ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശം. പ്രിയപ്പെട്ടവരെ, എന്തെന്നില്ലാത്ത പ്രതിസന്ധികളിലൂടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുനിയാവിൻ്റെയും ഈ ജീവിതത്തിൻ്റെയും നിരർത്ഥകതയും നശ്വരതയും ഏറ്റവും കൂടുതൽ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം നിസ്സാരന്മാരാണ്, നമ്മൾ എത്രമാത്രം നശ്വരമായൊരു ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംവിധാനങ്ങളെല്ലാം എത്രമാത്രം ബലഹീനമാണ്, ദുർബലമാണ് എന്ന് ദിനം പ്രതി മനുഷ്യർ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും കണ്ണു തുറക്കാത്ത ഒരുപാട് ആളുകൾ. അവരെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവഹ വലഹും അദാബുൻ അദീം. കണ്ണ് തുറപ്പിക്കേണ്ട, കാതു തുറപ്പിക്കേണ്ട, ഹൃദയം തുറപ്പിക്കേണ്ട 10,000 വസ്തുതകൾ അവർ കണ്ടാലും അവരുടെ ഹൃദയത്തിന് പുറത്തുള്ള, കണ്ണിൻ്റെയും കാതിൻ്റെയും പുറത്തുള്ള മൂടി കാരണം ആ വസ്തുതകളൊന്നും അവരുടെ കണ്ണോ കാതോ തുറപ്പിക്കില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത ദിവസം COVID-19 വൈറസ് ബാധിച്ച് വളരെയധികം സീരിയസ് ആയ ഒരാൾ, അദ്ദേഹം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് പേരുടെ പ്രാർത്ഥന കാരണം അദ്ദേഹം രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. അദ്ദേഹം പങ്കുവച്ച ചില അനുഭവങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയാൻ, ആ കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ ICUയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റിൽ നിന്നും 9 ആളുകൾ മരിച്ചു. 9 ആളുകൾ. ആ 9 ആളുകൾ മരിക്കുന്നത്, ഓരോ മനുഷ്യരുടെയും മരണവും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം പറയുന്നു, ഒറ്റ ദുആ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അല്ലാഹുവേ, ഈ രോഗം കൊണ്ട് നീ എന്നെ മരിപ്പിക്കില്ലേ റബ്ബേ. മരണം ഒരു മനുഷ്യന് അനിവാര്യമായി വരേണ്ടതാണ്, ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. പക്ഷേ നാഥ, ഈ രോഗത്തോടെ നീ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേ എന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നാ മനുഷ്യൻ പറയാൻ. അദ്ദേഹം പറയുന്നു, ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പരമാവധി രക്ഷിക്കാൻ നോക്കി അവസാനം ഇനിയൊന്നും ചെയ്യാനില്ല എന്ന അവസ്ഥ എത്തുമ്പോൾ നേഴ്സുമാർ വന്നിട്ട് ഒരു മറയിടുകയാണ് ഈ ആളുകളുടെ മുന്നിൽ. അതായത് ഇനിയൊന്നും ചെയ്യാനില്ലാത്ത മരിക്കാൻ പോകുന്ന മനുഷ്യന്മാരുടെ മുന്നിൽ ഒരു മറയിടാണ്. എന്തിനാ മറന്നറിയോ? അടുത്ത ബെഡുകളിലുള്ള രോഗികൾ ഈ മനുഷ്യന്റെ മരണത്തിന്റെ രംഗം കാണാതിരിക്കാൻ വേണ്ടിയാണ്. വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മരണത്തിന്റെ രംഗം, അവനത് വേർപാടാണെന്ന് തിരിച്ചറിയുന്ന സമയം, കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയുരയുന്ന സമയം, കണ്ണുകൾ മേൽപോട്ടുയർന്ന് വായ തുറന്ന് ഭീകരമായ രംഗങ്ങൾ കാണിക്കുന്ന ആ സമയം, ആ രംഗം മറ്റുള്ള രോഗികൾ കാണാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ ചുറ്റിലും ഒരു മറയിട്ട് കൊടുക്കാൻ. ആ മറ നീക്കുമ്പോഴേക്ക് ഈ COVID-19 രോഗി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ക്ലോറിൻ ഉപയോഗിച്ച്
ആ മൃതശരീരം മയ്യത്ത് കഴുകാൻ ഇദ്ദേഹം പറയാണ്. ഞെട്ടൽ മാറാത്ത രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. ക്ലോറിൻ ഉപയോഗിച്ച് മൃതദേഹം മുഴുവനും കഴുകാൻ. എന്നിട്ട് ആ മയ്യത്തിൻ്റെ ഓരോ ദ്വാരങ്ങളും, കണ്ണും മൂക്കും വായയും ചെവിയും മലദ്വാരങ്ങളുമെല്ലാം വലിയ പഞ്ഞുകൾ ഉപയോഗിച്ച് അടക്കുകയാണ്. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിയാണ്. വീണ്ടും ക്ലോറിൻ ഉപയോഗിച്ച് ആ പ്ലാസ്റ്റിക് കവർ തുടച്ചിട്ട് രണ്ടാമത്തൊരു പ്ലാസ്റ്റിക് കവറും കൂടി ചുറ്റാൻ. എന്നിട്ട് അവസാനമായി ഒരു കറുത്ത ബാഗ് കൊണ്ടുവന്ന് ആ ബാഗിൻ്റെ അകത്തേക്ക് അടക്കം ചെയ്യാൻ. ഏതാനും കുടുംബക്കാരെ മാത്രം പ്രവേശനാനുമതി നൽകി ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ചെറുതായി ഒന്ന് മുഖം കാണിച്ചു കൊടുത്ത് അവിടുന്ന് മാത്രം മയ്യത്ത് നമസ്കരിച്ച്, ആ 7-8 ആളുകൾ മാത്രം മയ്യത്ത് നമസ്കരിച്ച് ആ സെന്ററിൽ നിന്ന് അവരെടുത്തു കൊണ്ടുപോവാൻ. സാധാരണ ഖബറിനേക്കാൾ ആഴമുള്ള ഖബറുകൾ കുഴിച്ച് ആൾക്കൂട്ടമില്ലാതെ, മയ്യത്ത് നമസ്കാരമില്ലാതെ, പൊരുത്തം ചോദിക്കലുകളില്ലാതെ, സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാതെ, സ്വന്തം ഭാര്യ കാണാതെ, മക്കൾ കാണാതെ, കുടുംബക്കാർ കാണാതെ, പരിചയക്കാരും സുഹൃത്തുക്കളും കാണാതെ ആ മനുഷ്യനെ 10 അടിയോളം താഴ്ചയിൽ കുഴിച്ച് ആ ഖബറിലേക്ക് താഴ്ത്തി അവസാനം ആ ഖബറിടത്തിൽ നിന്നും കൂടെ നമസ്കരിച്ച് ഈ 8 ആൾ പിരിഞ്ഞു പോകുന്ന ഈ മയ്യത്തിൻ്റെ രംഗങ്ങളും ഈ പരിചരണവുമെല്ലാം കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, പേടി തോന്നിപ്പോയി മനസ്സിന്. കാരണം ഈ രോഗം വന്ന് മരിച്ചാൽ ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. എന്നെ അവസാനമായി ഒന്ന് നോക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പോലും അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നീ മനുഷ്യൻ പറയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഈ ദുനിയാവിൻ്റെ നശ്വരതയെക്കുറിച്ചും മനുഷ്യനുണ്ടാക്കി വച്ചിരിക്കുന്ന സംവിധാനങ്ങളുടെ ബലഹീനതകളെക്കുറിച്ചുമെല്ലാം നാം തിരിച്ചറിയേണ്ട ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരെ. എത്രമാത്രം സമ്പാദ്യങ്ങളും പേരും പെരുമയും എല്ലാം ഇവിടെ പടുത്തുയർത്തിയാലും അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, പരസ്പരം പെരുമ നടിക്കലിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കുകയാണ്. പരസ്പരം ഇങ്ങനെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ അതായി മാറിയിരിക്കുകയാണ് പല ആളുകൾക്കും. വ്യക്തി ജീവിതത്തിലായാലും രാഷ്ട്രീയ മേഖലകളിൽ നോക്കിയാലും ഞാനാണ് നിന്നേക്കാൾ വലുത്, എൻ്റെ മക്കളാണ് നിന്റെ മക്കളെക്കാൾ വിദ്യാഭ്യാസ യോഗ്യർ, എൻ്റെ വണ്ടിയാണ്, എൻ്റെ വാഹനമാണ് നിന്റെ വാഹനത്തെക്കാൾ വില കൂടിയ വാഹനം, എൻ്റെ വീട്ടിലാണ് നിന്റെ വീട്ടിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ളത് എന്ന പെരുമ നടിക്കലിന് വേണ്ടിയാണ് മനുഷ്യൻ ഇന്ന് കൂടുതൽ അധ്വാനിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആരോടും മത്സര ബുദ്ധിയില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനത്തെ വാക്കുകളിൽ പിടിച്ചൊതുക്കാൻ നമുക്ക് കഴിയില്ല. മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്നത് അന്യനോട് മത്സരിക്കാൻ നിൽക്കുമ്പോഴാണ്. അന്യനായ ഒരാൾക്ക് വേറൊരാൾക്ക് അള്ള കൊടുക്കുന്ന അനുഗ്രഹത്തിനൊപ്പിച്ച് എനിക്കും കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോഴും അതിനോട് മത്സരിക്കുമ്പോഴുമാണ് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്നത്. അവിടെയാണ് മനുഷ്യൻ ധാർമ്മികത മറക്കുന്നത്. അവിടെയാണ് മനുഷ്യൻ ഹക്കും ബാത്തിലും മറക്കുന്നത്. സത്യവും അസത്യവും നോക്കാതെ സമ്പാദിച്ചു കൂട്ടുന്നതും അന്യന്റെ മുതലുകൾ കൊള്ളയടിക്കുന്നതുമെല്ലാം അവിടെയാണ് പ്രിയപ്പെട്ടവരെ. ആ ഒരു മത്സര ബുദ്ധി, ഈ തകാസുർ, ഈ കസ്റും ഫഖ്റും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിക്കുന്ന സമാധാനം ചെറുതൊന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ എങ്ങനെ ജീവിക്കാണ്? പരസ്പരം പെരുമ നടിച്ച് വാഹനങ്ങളിൽ, വീടുകളിൽ, സന്താനങ്ങളിൽ, വിദ്യാഭ്യാസങ്ങളിൽ, വിദ്യാഭ്യാസ യോഗ്യതകളിൽ, നേടിയെടുക്കുന്ന ഡിഗ്രികളിലെല്ലാം പരസ്പരം പെരുമ നടിച്ച് നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഏതുവരെ? ഹത്താ സുർതുമുൽ മഖാബിർ, ചേതനയേറ്റ നിങ്ങളുടെ ശരീരവുമായി നിങ്ങളുടെ ബന്ധുമിത്രാദികൾ പള്ളിക്കാട്ടിലേക്ക് പോകുന്നത് വരെ, മഖാബറുകളിലേക്ക് പോകുന്നത് വരെ, ഖബറിലേക്ക് പോകുന്നത് വരെ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ഈ ലോകത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ 6 അടി മണ്ണ് മാത്രമാണ് നമുക്ക് കിട്ടാന്ന് പറയാറുണ്ട്. ആ 6 അടി മണ്ണ് പോലും ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകില്ല. ആ 6 അടി മണ്ണ് നമുക്ക് കിട്ടാനുള്ളതല്ല. ആ ഖബർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഖബർ മയ്യത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വലതുഭാഗത്തെ കവിളിൻ്റെ ഭാഗത്തുള്ള കഫൻ തുണി മാറ്റി ഒരു മണ്ണിൻ്റെ ഉരുള കവിളിനോട് ചേർത്ത് വെച്ചരും. എന്തിനാ? തലയണാക്കി കിടക്കാനൊന്നല്ല. എത്രയും വേഗം ആ ശരീരം മണ്ണിനോട് ചേരുന്നതിന് വേണ്ടിയാണ്. കാരണം അവൻ്റെ പിന്നാലെ സമൂഹങ്ങൾ വേറെയും വരാനുണ്ട്, വ്യക്തികൾ വേറെയും വരാനുണ്ട്. അവർക്ക് വേണ്ടി അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അവൻ മണ്ണിനോട് ചേരേണ്ടതുണ്ട്. അവൻ്റെ മാംസവും മജ്ജയും അവൻ്റെ തൊലിയും കണ്ണും കാതുമെല്ലാം മണ്ണിനോട് ലയിക്കേണ്ടതുണ്ട്. കണ്ടിട്ടില്ലേ? വലിയൊരു കമ്പി കണ്ടിട്ടില്ലേ നിങ്ങൾ? ഖബർ കുഴിക്കുന്ന ആളുകളുടെ കയ്യിൽ അവരിങ്ങനെ ആ കമ്പി ഇറക്കി നോക്കും.
അവർക്കറിയാൻ പറ്റും അവിടെ ഖബറുണ്ടോ ഇല്ലയോ എന്ന്. പഴയ ഖബറൊക്കെ ആണെങ്കിൽ അത് ദ്രവിച്ച് അതിൻ്റെ അകത്തുള്ള ശരീരം മുഴുവൻ ദ്രവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വേറൊരാളുടെ ഖബറാണ്, വേറൊരാൾക്ക് അവകാശപ്പെട്ട ഖബറാണ്. ആ ഖബറാളിക്ക് 6 അടി മണ്ണിൻ്റെ അവകാശം പോലും ഇല്ല എന്നതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നേരെ മറിച്ച് മണ്ണിനും പുഴുക്കൾക്കും വേണ്ടി നമ്മുടെ സ്വന്തം ശരീരങ്ങൾ പോലും സമർപ്പിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് നാം വിട പറഞ്ഞു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പോകാൻ നമുക്ക് കഴിയണം, സന്തോഷത്തോടെ യാത്ര പോകാൻ നമുക്ക് കഴിയണം. ആ യാത്രയിൽ വേണ്ടുന്ന പാഥേയങ്ങളെല്ലാം ഒരുക്കി വെക്കാൻ ഈ ജീവിതത്തിൽ ഞാനും നിങ്ങളും സമയം കണ്ടെത്തണം. അവസാനത്തെ യാത്രയിൽ നാം മുന്നോട്ട് ഖബറിലേക്ക് വെക്കപ്പെടുമ്പോൾ 3 കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ ബാക്കിയായിട്ടുണ്ടാവുക. 1 നമ്മുടെ അമലുകളാണ്, 2 നമ്മുടെ ജാരിയായ സദഖയാണ്, 3 നമ്മുടെ സാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥനയാണ്. ഈ 3 കാര്യങ്ങളല്ലാതെ ഈ ദുനിയാവിൽ നമുക്കൊന്നും തന്നെ ബാക്കിയാവുകയില്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നാം പോകുന്നത് പുതിയൊരു ജീവിതത്തിലേക്കാണ്. മരണം എന്ന് പറഞ്ഞാൽ ഒരു അവസാനമല്ല, ഒരു തുടക്കമാണ്. ഇതുവരെ ഈ ലോകത്താരും കണ്ടിട്ടില്ലാത്ത, ജീവിച്ചിരിക്കുന്ന ആരും കേട്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ കാഴ്ചകളുടെയും പുതിയ കേൾവികളുടെയും പുതിയ അനുഭവങ്ങളുടെയും ഒരു ലോകത്തേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ മരണം. സമയത്തിൻ്റെയും കാലത്തിൻ്റെയും ബന്ധനങ്ങൾക്ക് അതീതമായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മാത്രം നടക്കുന്ന, മലക്കുകളുമായി ഇടപഴകുന്ന, പരലോകത്തിൻ്റെ ശബ്ദവീചികൾ കേൾക്കാൻ കഴിയുന്ന, പരലോകത്തിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന, കാണിക്കപ്പെടുന്ന ഒരു ലോകത്തേക്കുള്ള യാത്രയുടെ തുടക്കമാണ് മരണമെന്ന് നാം അറിയേണ്ടതുണ്ട്. ആ ഖബറിൽ വെച്ച് നമുക്കൊരു ചോദ്യോത്തരമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ റബ്ബാരാണ്, നിന്റെ ദീൻ ഏതാണ്, നീ ഏതാണ് ജീവിതത്തിൽ അവലംബമായി സ്വീകരിച്ചത് എന്നതൊക്കെ കൃത്യമായി നാം ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ നാം കിടക്കേണ്ടത് ഖബറിലാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിച്ച് നോക്ക്. ഈ ലോകത്ത് നാം ജീവിക്കുക ഏറ്റവും കൂടി പോയാൽ 90 വയസ്സ്, 100 വയസ്സ്, ഒരു 120 വയസ്സ് കൂട്ടിക്കോ. എന്നാൽ ഖബറിൽ എത്ര കാലം നാം കിടക്കേണ്ടി വരും എന്ന കാര്യത്തിന് ഒരു നിശ്ചയവുമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നും ഖബറിലാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നും ഖബറിലാണ്. പ്രവാചകന്മാർ മുഴുവനും ഇന്നും ഖബറിലാണ്. സ്വഹാബത്ത് മുഴുവനും ഇന്നും ഖബറിലാണ്. അവർ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി. അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തുന്നവരെ അവർ ഖബറിൽ കിടന്നേ പറ്റുള്ളൂ. ആ അവധി എത്രയാണെന്ന് ആർക്കും തന്നെ അറിയില്ല. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖതിഹാ ഇല്ലാഹു. അന്ത്യനാളിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അതിൻ്റെ അവധി അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ്. അതിൻ്റെ അറിവ് റബ്ബിൻ്റെ പക്കൽ മാത്രമാണ്. അവനല്ലാതെ ആ വിവരത്തെക്കുറിച്ച് മറ്റാരും അറിയില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിശ്ചയിച്ച അവധി എത്തുന്നത് വരെ, ഇസ്രാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം 2ാമത്തെ തവണ കാഹളത്തിൽ ഊതുന്നത് വരെ, ഉയർത്തെഴുന്നേൽപ്പിനു വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മണ്ണിനോട് ശോഷിച്ചു പോയ ശരീരങ്ങൾ മുഴുവനും പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് റബ്ബിൻ്റെ വിളിയാളത്തിന് ഉത്തരം നൽകി നടക്കുന്ന ആ ദിവസം വരെ ഖബറിൽ നാം കിടക്കേണ്ടതുണ്ട്. ആ ഖബറിൽ വെറുതെ കിടത്തരില്ല, അവിടെ രക്ഷയും ശിക്ഷയും അനുഭവിക്കാനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മനുഷ്യർക്ക് ഖബറിലേക്ക്, സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറന്നെടുക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗത്തിൽ നിന്ന് തുറന്നു കൊടുത്ത വാതിലിലൂടെ സുന്ദരമായ സ്വർഗത്തിൻ്റെ അവിടെയുള്ള സുന്ദരമായ ഗേഹങ്ങളും കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളും അരുവികളും എല്ലാം കണ്ട് ഒരൊറ്റൊരു വാക്ക് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ആ വാക്കെന്താണ്? അല്ലാഹുവേ, ഒന്ന് ഖിയാമത്ത് നാളാകണം, ഒന്ന് ഖിയാമത്ത് നാളാക്കണേ റബ്ബേ, എത്രയും പെട്ടെന്ന് ലോകം അവസാനിക്കണേ. കാരണം അയാൾക്ക് പോകേണ്ടത് ആ സ്വർഗത്തിലേക്കാണ്. അയാൾക്ക് അവരുടെ വീട്ടിലേക്ക് പോകണം, അയാളുടെ കൊട്ടാരങ്ങളിലേക്ക്, അവരുടെ സാമ്രാജ്യങ്ങളിലേക്ക് അവർക്ക് പോകണം. അവരുടെ ഇണകളുമായി, അവരുടെ കുടുംബങ്ങളുമായി അവർക്ക് സന്ധിക്കണം. അതിനുവേണ്ടിയുള്ള തിടുക്കമായിരിക്കും ഓരോ സത്യവിശ്വാസിക്കും ഖബറിൽ. കാരണം അവർ ഉറക്കമായിരിക്കും, സുന്ദരമായ ഉറക്കമായിരിക്കും. ആ ഉറക്കത്തിൽ നിന്ന് ചില നേരങ്ങളിൽ എഴുന്നേൽക്കുമ്പോഴെല്ലാം അവർ കാണുക സുന്ദരമായ സ്വർഗീയ ഭവനങ്ങളായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ മലിനമാക്കിയ മനുഷ്യർ, അവർക്ക് ഖബറിലേക്ക് തുറന്നു കൊടുക്കുക ചൂട്, കാറ്റും പുകയും ദീനരോധനങ്ങളും മാത്രം ഉയർന്നു വരുന്ന ഭീകരമായ നരകത്തിൽ നിന്നൊരു കവാടമായിരിക്കും. ആ കവാടം അവരിലേക്ക് തുറക്കപ്പെട്ട് ആ കവാടത്തിലൂടെ ഭയാനകമായ നരകത്തിന്റെ കാഴ്ച അവർ കാണുമ്പോൾ അവർ റബ്ബിനോട് പറയും, ലാ തഖിമിസ്സാ, അല്ലാഹുവേ, ഖിയാമത്ത് നാൾ ഒരിക്കലും സംഭവിക്കരുതേ, ഖിയാമത്ത് നാൾ ഒരിക്കലും സംഭവിക്കരുതേ. കാരണം ഇടുങ്ങിയ 6 അടി മണ്ണ് മാത്രമുള്ള ഖബർ, ആ ഇടുങ്ങിയ ഖബറുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട്
ഭയാനകമായ ശിക്ഷ അവരനുഭവിക്കുമ്പോഴും അവരാഗ്രഹിക്കുന്നത് ഈ ജീവിതം അവസാനിക്കരുത് എന്നാണ്, ലോകാവസാനം ഉണ്ടാകരുത് എന്നാണ്. കാരണം നിലവിൽ അനുഭവിക്കുന്ന ശിക്ഷയേക്കാൾ എത്രയോ ഭയാനകമായ ശിക്ഷയാണ് ആ നരകത്തിൻ്റെ വാതിലൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടേക്ക് പോകാനുള്ള ഭയം കൊണ്ടാണ് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചെറിയ ശിക്ഷയൊന്നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലെയും നരകത്തിലെയും ഭയാനകമായ ശിക്ഷകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിത്യേന നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പഠിപ്പിച്ചെന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ജീവിതത്തിൽ ഉണ്ടാകുന്ന മരണത്തിൻ്റെ സമയത്തുണ്ടാകുന്ന ദജ്ജാലിൻ്റെയും അതുപോലെ ഖബറിലുണ്ടാകുന്ന നരകത്തിലുണ്ടാകുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും കാവലിനെ തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായി പരലോകത്തിലെ രക്ഷയ്ക്ക് വേണ്ടി, മരണാനന്തര ജീവിതത്തിലെ നിത്യതയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യമോക്ഷം നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.